എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ഈ ചിങ്ങ മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങ മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. Three of Pentacles, Strength card, Nine of Cups, Five of Pentacles, Five of Cups, Wheel of Fortune energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 3 of Pentacles and 5 of Cups എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. നിങ്ങളിപ്പോൾ പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സാമ്പത്തിക നേട്ടങ്ങൾ നേടുന്ന ഒരു സമയം തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ചില ടെൻഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പഴയകാല ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗഹൃദങ്ങൾ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇതും ഒരു പ്രശ്നമാകുമോ എന്നുള്ളതെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാവാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ചിന്ത ഉണ്ടാവുന്നില്ലെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാവാം. അത് എന്തായാലും ആ ഒരു ഇത് നിങ്ങളെ അലട്ടുന്നുണ്ടാവും. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നെഗറ്റീവ് എനർജി ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് മാത്രം. പിന്നെ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു സമയം കൂടിയിട്ട് ഒരു 5 of Cups എനർജി സിറ്റുവേഷൻസ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ അനാവശ്യ ചിന്തകളാവും നിങ്ങളുടെ മൈൻഡിൽ, ഒരു സ്ട്രെസ്സ് കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ, നമ്മൾ പലപ്പോഴും ഉള്ള കാര്യങ്ങളിലായിരിക്കില്ല ടെൻഷൻ അടിക്കുന്ന, ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക ട്രോമ കാര്യങ്ങൾ, ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൊരു പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യമായിരിക്കാം. ആ സാഹചര്യത്തെ വെച്ചിട്ട് നിങ്ങളെപ്പോഴും അതിന് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് എന്തോ ഒരു ട്രോമ. അപ്പോൾ അതുമായിട്ട് ചുറ്റിപ്പറ്റി അതെന്താണെന്ന് വെച്ചാൽ ഒരു ട്രോമ ബോണ്ടിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഫിസിക്കലി അവരുടെ ഒപ്പം ജീവിക്കുന്നില്ല, അവരിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിലും ആ വ്യക്തി ദൂരെ ഇരുന്ന് ഇപ്പോഴും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കൈപ്പിടിയിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും ഉള്ളത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഗിൽറ്റ് അത് നിങ്ങൾ ഇതുവരെ റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഉള്ളിൽ എന്തൊക്കെയോ കുറ്റബോധവും പശ്ചാത്താപവും, നിങ്ങൾ ചെയ്യാത്ത തെറ്റിനാണ് നിങ്ങൾക്ക് ഈ പശ്ചാത്താപം എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ അത് ഫോക്കസ് ചെയ്യാനും അതിലേക്ക് മുന്നോട്ടേക്ക് പോകാനും ഒക്കെ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഒരു മെഡിക്കൽ ഹെൽപ്പ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നേടണമെങ്കിൽ അത് നേടാൻ, കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒത്തിരി സ്ട്രെസ് എടുക്കുകയാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കുക, നിങ്ങളുടെ സന്തോഷം തിരിച്ചു പിടിക്കുക. ജീവിതത്തിൽ അനാവശ്യമായിട്ട് എന്തിനാണ് നിങ്ങൾ ദുഃഖിക്കുന്നതെന്ന് പോലും നിങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ ഗിൽറ്റി ഫീലിംഗ് വരുന്നത് എന്നും ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് നയിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ്. ഈവൻ ഇഫ് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അത് എല്ലാവരും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അറിഞ്ഞും അറിയാതെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന് വേണ്ടുന്ന അതായത് ഫൊർഗീവ് ആൻഡ് ഫൊർഗെറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ ഫൊർഗീവ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ അതായത് അതിനെക്കുറിച്ചിട്ട് പിന്നെ ചിന്തിക്കാതിരിക്കുക. ആ വ്യക്തിയായിട്ട് ഇപ്പോൾ കണക്ഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങളെ തന്നെ ഫൊർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഫൊർഗീവ് ചെയ്യുക. അത് കഴിഞ്ഞ് അതും ആ അധ്യായം മറന്ന്, കാരണം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലല്ലോ. അപ്പോൾ ആ അധ്യായം മറന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ള എനർജിയാണ്. കാരണം ഇത് നിങ്ങളുടെ അതായത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ആ ഒരു ഏരിയയിലെ മാറ്റം ജീവിതത്തിലെ മറ്റ് ഭാഗങ്ങൾ, നിങ്ങളുടെ കരിയറിനെയും ഒക്കെ ബാധിക്കാൻ ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 1000 രൂപ വരേണ്ടടുത്ത് നിങ്ങളൊരു 500 രൂപയെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അത് ഭയങ്കരമായിട്ട് നിങ്ങൾ നെഗറ്റിവിറ്റിയെ വലിച്ചെടുക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യാം. വേണമെങ്കിൽ മെഡിക്കൽ സഹായം തേടണമെങ്കിൽ അതുമാവാം. അത് നിങ്ങൾക്ക് വളരെ സഹായകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അതേപോലെ സ്ട്രെങ്ത് കാർഡ് ആൻഡ് 5 of Pentacles എനർജി കണക്ഷൻസ് ആണ്.
സാമ്പത്തികമായിട്ടുള്ള ഒരു സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളിപ്പോൾ നല്ല അതായത് തരക്കേടില്ലാത്തൊരു സാമ്പത്തിക സ്ഥിതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്ട്രെസ്സാണ്. സമ്പത്തിലെ തടങ്ങളോ കാര്യങ്ങളോ ഉള്ളതായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഓക്കെ, ഇതെങ്ങനെയാണ്, ഇതെന്താണ്, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അങ്ങനെ കുറേ ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ. അപ്പോൾ സാമ്പത്തികം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് തരക്കേടില്ലാത്ത രീതിയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തോ, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചിട്ട് ആർക്കും ഒന്നും ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ഇന്ന് ചിന്തിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളൊരു ടെൻഷൻ കാര്യങ്ങൾ കൂട്ടുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ, അതായത് അനാവശ്യ ചിന്ത, അമിത ചിന്ത മാറ്റാം. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും ഇനി ഫ്യൂച്ചറിൽ. അത് സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, അത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിലിട്ട് കാണിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇത് ഇന്നർ സ്ട്രെങ്ത് വളരെ വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇച്ചിരി സെൻസിറ്റീവാണ് ഈ ഒരു സമയം. അപ്പോൾ സെൻസിറ്റിവിറ്റി മനസ്സിൽ മാറ്റുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒത്തിരി സ്ട്രെസ്സ് കൊടുക്കുന്നുണ്ട്. പഠിക്കാനുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് അതിൻ്റെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇതിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്, അതിൽ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സ്റ്റെപ്സ് എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ജീവിതത്തെ, ഏത് രീതിയിലാണോ ജീവിതത്തെ കാണുന്നത്, ഏത് രീതിയിലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ രീതിയിൽ ധൈര്യമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവരെ നോക്കിയിരിക്കാതിരിക്കുക. സ്ട്രെങ്ത് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂണാണ്. കാരണം ഇവിടെ സാമ്പത്തികം ഭദ്രത, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമാണ് കൂടുതൽ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഇതല്ലാതെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുന്നു, ബിസിനസ് തുടങ്ങുന്നു, ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു എങ്കിൽ അപ്പോൾ അതിൽ നിങ്ങൾക്ക് വളരെയധികം ധനലാഭം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഈ ഒരു ധനലാഭം ഉണ്ടാകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന ട്രാവൽ കാര്യങ്ങൾക്ക്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് കരിയർ റിലേറ്റഡ് ആയിട്ട് കോൺഫറൻസസോ മറ്റൊക്കെ, മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് മെഡിക്കൽ കോൺഫറൻസസ് കാര്യങ്ങളൊക്കെ കൂടുതൽ വിദേശ രാജ്യത്തേക്കൊക്കെ പോകാനും ഒക്കെ ഉള്ളവർ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നവർ, MD അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് സാധ്യതകൾ ഏറി നിൽക്കുന്നതാണ് എന്നുള്ള നല്ലൊരു സാധ്യത. അതേപോലെ PhD കാര്യങ്ങൾ, ഡോക്ടറേറ്റ് എടുക്കുന്നവർക്ക് അതിൻ്റെ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം എന്നുള്ളത് കൂടിയിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ് എങ്കിൽ ഒരു തരത്തിൽ ഒരു പോസിറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, സാഹചര്യവശാൽ നിങ്ങളുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നെഗറ്റീവ് ഫീലിംഗിൽ നിന്ന് മാറി ഇടയ്ക്കിടയ്ക്ക് ഈ നെഗറ്റിവിറ്റി പൊങ്ങി വരുമ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ചിന്തിച്ച് വയ്ക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 9 of Cups and 5 of Cups എനർജിയാണ്. അപ്പോൾ 9 of Cups and 5 of Cups എനർജി വളരെ സ്ട്രോങ് ഓപ്പോസിറ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ അതാണ് പറഞ്ഞത്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതേസമയം തന്നെ വളരെ നെഗറ്റിവിറ്റി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ട് താനും. അപ്പോൾ ഈ നെഗറ്റിവിറ്റി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, നെഗറ്റിവിറ്റി മാറുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് സിറ്റുവേഷൻസാണ്. ഇടയ്ക്കൊക്കെ നെഗറ്റീവ് ചിന്തകൾ വരും, അത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. അല്ലാതെ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റിയിലേക്ക് പോകാതെ കൺട്രോൾ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷനാണ്. ഇങ്ങനെ സംഭവിച്ചാൽ ഓക്കെ, എന്നാൽ പിന്നെ അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് എന്താണെന്ന് വെച്ചാൽ അതെടുക്കാമെന്ന് ചിന്തിക്കാം. അല്ലാതെ എല്ലാ കാര്യത്തിലും നിങ്ങൾ ഫുൾ പോസിറ്റീവ് ആയിരിക്കണം എന്നുള്ളതല്ല. അതായത് ഓവർ പോസിറ്റീവായിട്ടിരിക്കുന്ന ചിലർ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് നമ്മൾ പറയും, ആ രീതിയിലില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 9 of Cups എനർജി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ആഗ്രഹ സബലീകരണ സാധ്യതയുണ്ട്. വിദേശത്ത് പോയി സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നവർക്ക് കരിയർ, ഫിനാൻസ് നല്ല രീതിയിൽ സെറ്റിലാക്കുക. അതേപോലെ വിദ്യാഭ്യാസമായിട്ടാണെങ്കിലും വിദേശത്ത് പോയി പഠിക്കാനുള്ള സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. വിദേശത്തൊക്കെയുള്ള എനർജി സ്ട്രോങ് ആണ്. ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും മക്കൾക്ക് വിദേശത്തുണ്ടെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരവും നിങ്ങളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നു. ക്യാവർ എനർജി വളരെ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.